ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ അർജന്റീനയെ മുന്നിൽ നിന്നും നയിച്ചത് സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. 3 ഗോളുകൾ നേടിക്കൊണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിക്കൊണ്ടാണ് മെസ്സി കളിക്കളം വിട്ടത്. പക്ഷേ മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അതായത് മത്സരത്തിൻ്റെ 31-ാമത്തെ മിനിറ്റിൽ മെസ്സി ഒരു അൾജീരിയൻ താരത്തെ പിറകിൽ നിന്നും ചവിട്ടി വീഴ്ത്തിയിരുന്നു. ഒരൽപ്പം അപകടകരമായ രീതിയിലുള്ള ഫൗളായിരുന്നു മെസ്സി നടത്തിയിരുന്നത്. എന്നാൽ അതിന് ശിക്ഷകൾ ഒന്നും തന്നെ മെസ്സിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നില്ല. റെഡ് കാർഡോ യെല്ലോ കാർഡോ മെസ്സിക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പലവിധ അഭിപ്രായങ്ങളും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അഭിപ്രായം നമ്മൾ പരിശോധിക്കുകയാണ്. പ്രമുഖ മാധ്യമമായ ESPNന്റെ ഫുട്ബോൾ നിരീക്ഷകനായ റനാറ്റ റുവൽ പറഞ്ഞത് മെസ്സി എന്തായാലും റെഡ് കാർഡ് അർഹിച്ചിരുന്നു എന്നുള്ളതാണ്. റഫറിക്ക് അവിടെ തെറ്റുപറ്റി എന്നാണ് റനാറ്റ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സിക്ക് എന്തായാലും റെഡ് കാർഡ് ലഭിക്കേണ്ട ഒരു സംഭവമായിരുന്നു അത്. തൻ്റെ എതിർ താരത്തിൻ്റെ കാഫിൽ മെസ്സി ചവിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അതും ക്ലിയറായി സ്റ്റഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചവിട്ടാണ്. അൾജീരിയൻ താരത്തിൻ്റെ കാൽ ചെറുതായി ട്വിസ്റ്റ് ആയതായും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഒരു താരത്തിൻ്റെ ശരീരത്തെ റിസ്കിലേക്ക് തള്ളിയിടുകയാണ് മെസ്സി അവിടെ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ അപകടകരമായ ഒരു ഫൗളായിരുന്നു. ആ ഗണത്തിൽ പെടുന്ന ഒന്നായിരുന്നു. ഇത്തരം ഫൗളുകൾക്ക് റെഡ് കാർഡ് ലഭിച്ച് പുറത്തു പോയ ഒരുപാട് താരങ്ങളെ നമുക്ക് ഫുട്ബോൾ ലോകത്ത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെ റഫറിക്കും വാറിനും തെറ്റുപറ്റി മെസ്സിക്ക് റെഡ് കാർഡ് നൽകേണ്ടതായിരുന്നു. ഇതാണ് റനാറ്റ റുവൽ പറഞ്ഞിട്ടുള്ളത്. മെസ്സി റെഡ് കാർഡ് അർഹിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് മെസ്സി യെല്ലോ കാർഡെങ്കിലും അർഹിച്ചിരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ മെസ്സിക്ക് അതിൻ്റെ പേരിൽ ശിക്ഷകൾ ഒന്നും ഏറ്റുവാങ്ങേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഏതായാലും മത്സരത്തിൽ ഉടനീളം തകർപ്പൻ പ്രകടനമാണ് മെസ്സി നടത്തിയത്. ഹാട്രിക് നേടിയതോടുകൂടി മെസ്സിയെ സ്കലോണി കളിക്കളത്തിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.